അവസരിച്ച ലൈറ്റ് ഹൗസ്, അടിച്ച പവർ ഹൗസ്, അഴിഞ്ഞാടിയാൽ ഫുൾ ഹൗസ്. നമസ്കാരം. ബബ്ബയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഹെവി ഐറ്റം, വെടിച്ചില്ല സാധനം. അതായത് ആ ട്രെയിലർ 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കാണുകയുണ്ടായി. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു ലാസ്റ്റ് 30 സെക്കൻഡ്, ഞാൻ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇത്രയും ട്രെയിലറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഈ ട്രെയിലറിൽ ലാലേട്ടൻ അവസാന ഭാഗം കാണിക്കുന്നത്. ആൻഡ് ദ റിയൽ OG മോഹൻലാൽ എന്ന ടാഗ് കൂടിയാണ് മോഹൻലാൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കാണുമ്പോൾ വേറെ രോമാഞ്ചം. ആൻഡ് എനിക്കിതിനകത്ത് വളരെ സന്തോഷം തോന്നി. ഇതിനകത്ത് മാസ് എലമെൻറ്റ്സ് ഒരുപാടുണ്ട്. ഇപ്പം മെക്സിക്കോ എന്നൊരു ട്രക്ക് വണ്ടിയുടെ മുമ്പിൽ ഇരുന്ന് ദിലീപ് വെടിവെക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ തോക്ക് വെടിവെക്കുന്നതായിക്കോട്ടെ, ഒരുപാട് വേറെ വേറെ കൊച്ചു കൊച്ചു മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ട്രെയിലർ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് കൃത്യമായി ഡീകോഡ് ചെയ്യാം. പക്ഷേ ഈ ട്രെയിലറിൽ നിങ്ങളൊരു CID മൂസയുടെ ജീപ്പ് കണ്ടോ? CID മൂസയുടെ വണ്ടി കണ്ടോ? CID മൂസയുടെ റെഫറൻസ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇന്ത നട പോതുമാ ഇന്ന കുഞ്ചു വേണുമാ എന്ന് ലാലേട്ടൻ അവസാനം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഗില്ലി യൂണിവേഴ്സ് കാണാം. അപ്പോൾ ആ പാട്ട് അല്ലെങ്കിൽ ആ ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ട്. അവിടെ എന്താണ് ഈ വിജയ് റെഫറൻസുകൾ ഒരുക്കി വെച്ചേക്കുന്നത് എന്നുള്ളത് ഡീകോഡ് ചെയ്യണം. 3 ഈ മോഹൻലാൽ ദിലീപ് തമ്മിലുള്ളൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്. ആ ഡാൻസ് സീക്വൻസിൻ്റെ ബാക്ക് ഷോട്ടിൽ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്ന 2 പേരെയാണ് കാണാൻ തരുന്നത്. തിയേറ്റർ പൂട്ടിപൂരമാകും എന്നുള്ളത് ആ ട്രെയിലറിൻ്റെ ആ ഒറ്റ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് മോർ ഓവർ ദിലീപ് മോഹൻലാലും കൂടെ ഒരുമിച്ച് ബൈക്കിൽ പോകുന്ന രംഗം, കാറിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ദിലീപ് ഡ്രൈവ് ചെയ്യുന്നത്, മോഹൻലാൽ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ആ രംഗം, ഇതെല്ലാം ഭയങ്കരമായിട്ട് എലിവേഷൻസ് ഉണ്ടാക്കാൻ പോകുന്ന മൊമെൻറ്റ്സ് ആണെന്നുള്ളത് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഇതിനകത്ത് കുറച്ച് സ്പൂഫ് എലമെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, സലീം കുമാർ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി ഒറിജിനൽ എന്ന് പറയുന്നുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൽ വിനീത് ശ്രീനിവാസനും ഇതേപോലെ മുകുന്ദൻ ഉണ്ണി ആയിരുന്നല്ലോ. അപ്പോൾ ഈ മുകുന്ദൻ ഉണ്ണിമാർ തമ്മിലുള്ള ക്ലാഷ് ഇതിനകത്ത് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദേവൻ വന്നിട്ട് സാൻഡി മാസ്റ്ററോട് അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ദേവൻ്റെ ഐക്കോണിക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രോൾ ഡയലോഗുകളുണ്ട്. അങ്ങനെ പല പല ട്രോൾ മൊമെൻറ്റ്സ്. റിയാസ് ഖാൻ്റെ അടിച്ചു കയറി വായൻ്റെ വേറൊരു മോഡുലേഷനാണ് ഇതിനകത്ത് റിയാസ് ഖാൻ യൂസ് ചെയ്യുന്നത്. അശോകൻ്റെ ഹൈലൈറ്റ് ചിരിയാണ് ഇവിടെ അശോകന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ പറയുന്ന വെറ്ററൻ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ശൈലിയോ ഡയലോഗ്സോ എന്താണോ അത് ഇത്തവണ റീക്രിയേറ്റ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ സ്പൂഫ് അടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വർക്കായാൽ, ഞാൻ പറയുന്നത് ഇതൊക്കെ കറക്റ്റ് മീറ്ററിൽ തിയേറ്ററിൽ വർക്കായാലുണ്ടല്ലോ, മാസ് മൊമെൻറ്റ്സിനേക്കാൾ കൂടുതൽ ഇത്തവണ ഹ്യൂമർ കൊണ്ടുപോകാൻ നല്ല സാധ്യതയുണ്ട് ഈ പടത്തിന്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ BGM ഗോപിസുന്ദറാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്ലാസ് സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിലീപിനെ ഇതിനകത്ത് 3-4 ലുക്കിലൊക്കെ കാണുന്നുണ്ട്. ഒന്ന്, ഇപ്പം നിങ്ങൾ ആ ട്രെയിലറിൻ്റെ തംബ്നെയിൽ പോർഷനിൽ ദിലീപിന് ഒരു ലുക്കുണ്ട്. അത് വേറൊരു എന്താ പറയുക, അഴിഞ്ഞാടി വിടുന്ന ഒരു ലുക്ക് പോലെയാണ് ദിലീപിന് അതിനകത്ത് തോന്നുന്നത്. ആൻഡ് ഒരു കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ലുക്കുണ്ട്. അത് എനിക്കറിയില്ല, ഫ്ലാഷ് ബാക്ക് റെഡിൻ കിങ്സ്ലി പറയുന്നുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് മാതിരിയെ ഓടിയിട്ടേ ഇരിക്കുന്നത്. അപ്പം ഫ്ലാഷ് ബാക്ക് ആണോ, അങ്ങനെ ഫ്ലാഷ് ബാക്ക് സീക്വൻസിലാണോ മോഹൻലാൽ വരുന്നത്? ഇവർ തമ്മിൽ എന്താണ്, ചേട്ടൻ അനിയനാണോ, ബ്രദേഴ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ? പക്ഷെ ഞാൻ പറയുന്നു, ധനഞ്ജയ് ശങ്കർ ഈ ട്രെയിലർ കട്ട്സിൽ കാണിക്കുന്നത് പോലെയാണ് മോഹൻലാലിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ക ഫാൻ ബോയ് സംഭവം നമുക്ക് ലാലേട്ടൻ നിന്ന് കാണാം. ഇതിനകത്ത് ഭയങ്കര അഴിഞ്ഞാടി വിടുന്ന ലാലേട്ടൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ള ആ ടീസറിൽ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും, ഒരു കുടിയനായ ലാലേട്ടൻ്റെ ടോണാണ് കേൾക്കുന്നത്. അതാണോ ഇവിടെ ഒരു മുഴുക്കുടിയനായ എപ്പോഴും സിഗരറ്റൊക്കെ വലിച്ച് നടക്കുന്ന ഒരു ലാലേട്ടനാണോ ഇതിനകത്തെന്നുള്ള ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഇന്ത നട പോതുമ ഇന്ത കൊഞ്ചു വേണമോ എന്നുള്ള ഡയലോഗിലൊക്കെ ഒരു ആട്ടം കാണുന്നുണ്ട്. അതിനൊക്കെ ഈ ഡ്രങ്കേർഡ് ലാലേട്ടൻ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹലോയിലൊക്കെ കാണുന്ന ഒരു അഴിഞ്ഞാടി വിടൽ സംഭവമാണെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ടാവും. ആൻഡ് ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ ഈ ദിലീപിനെ അന്വേഷിച്ച് വരുന്നൊരു കോപ്പായിട്ടെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അത് ആ റേഡിയോയിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ സാൻഡി മാസ്റ്റർ, വിനീത് ശ്രീനിവാസൻ എല്ലാവരും ഒരു ടീമാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പോലീസ് വേഷത്തിൽ വിനീത് ശ്രീനിവാസനെ കാണുന്നില്ല. ഇനി CBI ഉദ്യോഗസ്ഥരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും വെടിച്ചില്ല ട്രെയിലർ. ആദ്യം ഞാൻ ഈ ട്രെയിലർ 1 മിനിറ്റ് 49 സെക്കൻഡേ ഉള്ളൂ, അതായത് ഏകദേശം 109 സെക്കൻഡേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ട്രെയിലർ എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന് കുത്തുമ്പോഴാണ് ഇത് തീർന്നില്ല. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന രീതിയിൽ പോകുന്നു. ബട്ട് ഹെവി ഐറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. ഡിസംബർ 18-ാം തീയതി ചിത്രത്തിൻ്റെ റിലീസാണ്. ഇപ്പം തന്നെ ട്രെയിലർ കണ്ട് ആഘോഷമാക്കുന്ന മോഹൻലാൽ ദിലീപ് ആരാധകരുണ്ടാവും. സ്വാഭാവികമാണ്, കാരണം അവർക്കുള്ള ഒരു ഡോസ് സാധനങ്ങൾ ഈ 1 മിനിറ്റ് 49 സെക്കൻഡിനകത്ത് ഉണ്ട്. ആൻഡ് വേർത്താണ് ഈ ട്രെയിലർ, ഭയങ്കര വേർത്താണ്, ഭയങ്കര ഹൈ ആണ്. ഞാൻ പറഞ്ഞത് ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. തിയേറ്ററിൽ ഇത് ഫാൻസിനൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം, അല്ലെങ്കിൽ ഇതുപോലുള്ള മൊമെൻറ്റ്സ് ഈ ട്രെയിലറിലുള്ള മൊമെൻറ്റ്സേ ഉണ്ട്. പക്ഷേ ഈ ദിലീപ് ആരാധകർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റൺവേ സീക്വൻസുകൾ ഇഷ്ടം മാതിരി ഉണ്ടാവും. ഉറപ്പായിട്ടും റൺവേയിൽ ആ ലോറി പരിപാടികൾ ടീസറിൽ നിന്ന് തന്നിട്ടുണ്ട്, ട്രെയിലർ തന്നിട്ടില്ല. ഇവിടെ CID മൂസ അവർ ട്രെയിലറിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. CID മൂസ ഹിൻ്റ് അവർ എന്തായാലും തന്നിട്ടുണ്ട്. ആ കാറ് വെച്ച് മറ്റേ CID മൂസ ക്ലൈമാക്സിൽ പോലെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഒക്കെ ഗോലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഐറ്റങ്ങളും എല്ലാം ഈ പടത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങോട്ടായിരിക്കും ഇത് പോകാൻ പോകുന്നതെന്നുള്ളത്. ആൻഡ് ഇത് അങ്ങനത്തെ റെഫറൻസുകളുണ്ട്. ഞാൻ പറയുന്നത് റെഫറൻസുകളുടെ അയ്യര് കളിയായിരിക്കും ഈ സിനിമ.
ഉറപ്പായിട്ടും ഇത് അതായത് നോ ലോജിക് ഉള്ളി മാഡ്നസ്, ഇതിനകത്ത് കംപ്ലീറ്റ് റെഫറൻസുകൾ പരിപാടിയായിരിക്കും. ഈ ആറാട്ടിൻ്റെ ആദ്യ പകുതി റെഫറൻസുകൾ കൊണ്ട് നിറഞ്ഞൊന്നും പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്കറിയില്ല, ഇത് രണ്ടിടത്ത് വരാം. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുകൊണ്ട് റെഫറൻസുകൾ കൃത്യമായി കൊണ്ടാൽ അത് ഭയങ്കരമായി റപ്റ്റ് ആവും. എന്നാൽ നേരെ മറിച്ച് കൊണ്ടില്ലെങ്കിൽ അത് നേരെ തിരിച്ച് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറിയ വിഷമം അല്ലെങ്കിൽ ഒരു സംശയമാണ് നിൽക്കുന്നത്. പല ആർട്ടിസ്റ്റുകളെയും കാണാം. നമുക്ക് ബാലു വർഗീസിനൊക്കെ ഡയലോഗ്സ് ഒന്നുമില്ല. നൂറിൻ ഷെറീഫ് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ശരണ്യ വട്പൊന്മറിനെ കാണുന്നുണ്ട്, റെഡൻ കിങ്സ്ലിക്ക് ഒരു ഡയലോഗ് ഉണ്ട്, റിയാസ് ഖാൻ്റെ ഒരു ഡയലോഗ് കാണുന്നുണ്ട്. അങ്ങനെ പലരുടെയും ഒരു ഡയലോഗ് വെച്ചിട്ടാണ് വിനീത് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിനീതിനെ സെൻട്രിക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൂട്ടത്തിൽ ധ്യാൻ്റെ മറ്റേ പഴയ ഡയലോഗ് തന്നെയാണ്, മറ്റേ ഐ വിൽ ടേക്ക് യു ടു ദ മിറാക്കുലസ് യൂണിവേഴ്സ് ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ യു ആർ സെർച്ചിങ് ഫോർ എന്നുള്ള അതേ ടീസറിലെ ഡയലോഗ് തന്നെയാണ് ട്രെയിലറിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഒഴിവാക്കാമെന്ന് തോന്നി. കാരണം ആ ടീസറിൽ തന്നെ ആ ഡയലോഗ് കേട്ടതുകൊണ്ട് വേറെ വല്ല ഡയലോഗും യൂസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ബൈജുവിനെ കാണുന്നുണ്ട്. അത് വലിയ സ്റ്റാർ കാസ്റ്റ്, നമ്മളൊരു ഫ്രെയിം പോസ് ചെയ്താൽ പോലും അതിനകത്തൊരു സ്റ്റാറിന് ഉണ്ടാകുന്ന രീതിയിലേക്കാണ് എൻ്റെ ട്രെയിലർ പോകുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലർ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഡിസംബർ 18 എത്ര പേര് ടിക്കറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്? FDFS ആരൊക്കെ ഉണ്ടാവും? കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.